ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. സെറ്റ് കൊമേഴ്സ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനുമായിട്ടാണ് ഇന്ന് ടൂസ് അക്കാഡമി വന്നിട്ടുള്ളത്. അവസാനഘട്ട എക്സാം പരിശ്രമങ്ങളിൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു സെഷനാണ് ഇന്ന് ടൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും PYQസും ഉൾപ്പെടുന്ന ഈ ഒരു സെഷൻ ആദ്യാവസാനം വരെ എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ. യൂണിറ്റ് 1 മാനേജ്മെന്റ് വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു യൂണിറ്റിൽ നിന്നുമാണ് മറ്റ് യൂണിറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മാനേജ്മെന്റിന്റെ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെന്റ് ഡെഫിനിഷൻസും ആ ഡെഫിനിഷൻസിൻ്റെ വക്താക്കൾ ആരാണെന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഉൾപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹറോൾഡ് കൂട്സിൻ്റെ ആണ്. ഹറോൾഡ് കൂട്സിൻ്റെ ഡെഫിനിഷൻ ഇപ്രകാരമാണ്: മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ and with the people in formally organized group. It's an art of creating an environment in which people can perform as individual and can cooperate toward attainment of group goals. അടുത്തത് മേരി പാക്കർ ഫോളറ്റിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മാനേജ്മെന്റ് ഡെഫിനിഷൻ ആണ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെന്റ് ഡെഫിനിഷൻ ഇപ്രകാരമാണ്: ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, to organize, to command, to coordinate and to control. Oliver Shedden defined management is the attainment of pre-established goal by the direction of human performance along pre-established lines. It's the management of people and not the direction of things. F.W. Taylor defined management means scientific management consists in knowing what meant to do exactly and what seeing to that they do in the best and the cheapest manner. According to Peter Drucker, management is the multi-purpose organ that manages business and manages workers and work. PYQs പരിശോധിക്കുമ്പോൾ അതിൽ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിനിഷനാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ദ ഇൻസ്റ്റലേഷൻ ആൻഡ് കപ്പാസിറ്റി ക്യാരിയിങ് ഔട്ട് ദ പ്രൊസീജിയർ ബൈ വിച്ച് ഈസ് ലൈ ഡൗൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് ദ പ്രോസസ് ഓഫ് ആക്ടിവിറ്റീസ് റെഗുലേറ്റഡ് ആൻഡ് ചെക്ക് അഗെയിൻസ്റ്റ് ദ പ്ലാൻസ് ആൻഡ് ദ ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ. ദ റൈറ്റ് ആൻസർ വാസ് EFL ബ്രഞ്ച്. ഓക്കെ, അപ്പോൾ EFL ബ്രഞ്ചാണ് ഈ അഡ്മിനിസ്ട്രേഷനെ ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഡെഫിനിഷൻ തന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫെയിലർ ഓഫ് മാനേജ്മെന്റ് തിയറീസ് ആണ്. വൈ തിയറീസ് ഫെയിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ. ഈ തന്നിട്ടുള്ളതിൽ എല്ലാം തന്നെ അത് കറക്റ്റായിട്ടുള്ളതാണ്. lack of proper understanding the theories and no consideration given to the system effect and lack of specific applicability of theories. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്. സോ ഓൾ ഓഫ് ദിസ് എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹു ഡിഫൈൻ ദ ബേസിക് പ്രോബ്ലം ഓഫ് മാനേജിങ് ആസ് നോവിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് ദെൻ സീ ഇൻ ദാറ്റ് ദേ ഡു ഇറ്റ് ആൻഡ് ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞ കാര്യമാണ്. FW ടൈലർ അഥവാ ഫെഡറിക് വിൽസൺ ടൈലറിന്റെ ആണ് ഈ തന്നിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മാനേജ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്. അതായത് മാനേജ്മെന്റ് ഫീൽഡിലുള്ള ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്നുള്ളത്. റോബർട്ട് ഓവനെ വിശേഷിപ്പിക്കുന്നത് ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നാണ്. ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ തിയറി ഫാദർ ഓഫ് ജനറൽ മാനേജ്മെന്റ് ആൻഡ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ്, ഫാദർ ഓഫ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂള്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, ഇതെല്ലാം തന്നെ ഹെൻറി ഫയോളിൻ്റെ അണ്ടറിൽ വരുന്നതാണ്.
ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് FW ടൈലറിനെയാണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് തിയറി മാക്സ് വെബർ. എൽട്ടൺ മായോയെ ഫൗണ്ടർ ഓഫ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ്, ഫാദർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എൽട്ടൺ മായോ ആണ്. അതുപോലെ തന്നെ ഉദയ് പരീഖാണ് ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എബ്രഹാം മാസ്ലോ, ദ ഫാദർ ഓഫ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഓർ തേർഡ് ഫോഴ്സ്. എഡ്വേർഡ് ഡീമിംഗ്, ദ ഫാദർ ഓഫ് മോഡേൺ ക്വാളിറ്റി കൺട്രോൾ. ആൻഡ് പീറ്റർ ഓഫ് ട്രക്കർനെയും ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മാനേജ്മെന്റ് യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്നത്. വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ മാത്രവുമല്ല, എല്ലാ വർഷവും മുടങ്ങാതെ ഈ പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. മോട്ടിവേഷൻ തിയറിയിൽ ഫസ്റ്റ് വന്നിട്ട് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയാണ്. അദ്ദേഹം ഹ്യൂമൻ നീഡ്സിനെ ഒരു ഹൈറാർക്കി ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും 5 നീഡ്സാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. സേഫ്റ്റി നീഡ്സ് ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള നീഡ്സുകളാണ് ഉൾപ്പെടുന്നത്. അടുത്തത് സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ലവ്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി ഇതെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്ത 4th ലെവൽ നീഡ്സ് ആണ് എസ്റ്റീം നീഡ്സ്. ദാറ്റ് മീൻസ് റെസ്പെക്ട്, റെക്കഗ്നിഷൻ, സ്റ്റാറ്റസ് ഇതെല്ലാമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അറ്റ് ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ദാറ്റ് മീൻസ് റിയലൈസിങ് വൺ ഫുൾ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. അടുത്തെന്ന് പറയുന്നത് ഹെസ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി ആണ്. അദ്ദേഹം ഇവിടെ 2 ഫാക്ടേഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഹൈജീൻ ഫാക്ടറും അതുപോലെ തന്നെ മോട്ടിവേറ്റേഴ്സുമാണ്. ഹൈജീൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ സാലറി, ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻ, പോളിസീസ് ആൻഡ് റൂൾസ് ആൻഡ് സൂപ്പർവിഷൻ ആണ് ഉൾപ്പെടുന്നത്. അടുത്തത് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ അഡ്വാൻസ്മെന്റ്. ഇപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസിൽ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സിന്റെ പ്രസന്റിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഫീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോ ഹൈജീൻ മീൻസ് ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ്. അടുത്തതാണ് MC ഗ്രിഗേഴ്സിന്റെ തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ. ഇവിടെ തിയറി ഓഫ് എക്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ വ്യൂ ആണ്. അതായത് എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ ലേസിയാണ്, അവർ വർക്ക് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് സൂപ്പർവിഷനും കൺട്രോളും കോൺസ്റ്റന്റ് ആയിട്ട് ആവശ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റ്സ് ഇതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ മോട്ടിവേറ്റഡ് ബൈ മണി ആൻഡ് ഫിയർ ഓഫ് പണിഷ്മെന്റ്. ദെൻ മാനേജർ ആണ് ഇവിടെ ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ തിയറി ഓഫ് വൈ എന്ന് പറയുന്നത് മോഡേൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് വന്നിട്ടുള്ളത്. Employees are self-motivated and they enjoy the work and work with the minimum supervision and accept responsibility and seek challenges. Motivated by recognition and achievement. ഇവിടെ മാനേജർ എന്ന് പറയുന്നത് കോച്ചാണ്. ഓക്കെ, അടുത്തയാണ് MC ക്ലെലന്റിന്റെ നീഡ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 നീഡ്സുകളാണ് ഉൾപ്പെടുന്നത്. നീഡ് ഫോർ അച്ചീവ്മെന്റ്, NPOW, അടുത്ത നീഡ് ഫോർ പവർ, അതുപോലെ തന്നെ നീഡ് ഫോർ അഫിലിയേഷൻ, NF. ഇവിടെ നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ദ ഡിസൈർ ടു എക്സൽ, അച്ചീവ് ഇൻ റിലേഷൻ ഓഫ് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് ദ ഡിസൈർ ടു മേക്ക് അതേഴ്സ് ബിഹേവ് ഇൻ ദ വേ വുഡ് നോട്ട് ഹാവ് ബിഹേവ്ഡ്. ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുമ്പോൾ ഡിസൈർ ഫോർ ഫ്രണ്ട്ലി ആൻഡ് ക്ലോസ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. അതായത് എന്തെങ്കിലും അച്ചീവ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ അധികാരം ലഭിക്കുക, അംഗീകാരം ലഭിക്കുക, ഇതൊക്കെയാണ് MC ക്ലെലന്റിന്റെ നീഡ് തിയറിയിൽ പറയുന്ന പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് ആൽഡഫറിന്റെ ERG തിയറി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 നീഡ്സുകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്ത് നീഡ്സ്. മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ നീഡ്സുകളാണ് എക്സിസ്റ്റൻസ് നീഡ്സിൽ ഉൾപ്പെടുന്നത്. സോഷ്യൽ ആൻഡ് ഇന്റർപേഴ്സണൽ നീഡ്സുകളാണ് റിലേറ്റഡ്നെസ് നീഡ്സിനകത്ത് ഉൾപ്പെടുന്നത്. ഗ്രോത്ത് നീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ പേഴ്സണൽ ഗ്രോത്തും വരുന്നുണ്ട്, സെൽഫ് ഗ്രോത്തും വരുന്നുണ്ട്. അടുത്തത് വ്രൂംസിന്റെ എക്സ്പെക്റ്റൻസി തിയറിയാണ്. അപ്പോൾ വ്രൂംസിന്റെ എക്സ്പെക്റ്റൻസി തിയറിയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമുലയാണ് മോട്ടിവേഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റൻസി ഇൻറ്റു
ഇൻസ്ട്രുമെന്റാലിറ്റി ഇൻറ്റു വാലൻസി. എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് they believe that effort will lead to perform. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുന്നത് belief that performance will lead to outcome and rewards. അതായത് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും ലഭിക്കുന്ന ഔട്ട്കം ആണ് ഇൻസ്ട്രുമെന്റാലിറ്റിയിൽ പറയുന്നത്. ഇനി വാലൻസി എന്ന് പറയുന്നത് എന്താണ്? ദ വാല്യൂ പ്ലേസ്ഡ് ഓൺ ദ ഔട്ട്കം ഓർ റിവാർഡ്. അതായത് ആ പെർഫോമൻസിന്റെ ആ ഒരു റിവാർഡിന്റെ വാല്യൂ ആണ് ഇവിടെ വാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് എഫർട്ടും ഐ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റാലിറ്റിയും അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് റിവാർഡ് ആണ്. അടുത്തതാണ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. സ്റ്റേസി ആൻഡ് ആദംസിന്റെ ആണ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത് ദ എംപ്ലോയീസ് കമ്പയർ ദെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ വിത്ത് അതേഴ്സ് പെർസീവ്ഡ് ഫെയർനെസ് മോട്ടിവേറ്റ്സ്. അതായത് എംപ്ലോയീസ് അവരുടെ ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടിവേറ്റഡ് ആകുന്നതാണ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. സോ അടുത്തതാണ് ഗോൾ സെറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ തിയറീസ് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് മാസ്ലോയുടെ ഹൈറാർക്കി തിയറി ഓഫ് നീഡ്സും ഹെസ്ബർഗിന്റെ ഹൈജീൻ പ്ലസ് മോട്ടിവേറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ MC ഗ്രിഗറിന്റെ തിയറി എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ തിയറി ആണ്. MC ക്ലെലന്റിന്റെ 3 നീഡ് തിയറി എന്ന് പറയുമ്പോൾ അച്ചീവ്മെന്റ്, പവർ, അഫിലിയേഷൻ ഉൾപ്പെടുന്നുണ്ട്. ആൽഡഫറിന്റെ ERG തിയറി എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ്, റിലേറ്റഡ്നെസ്, ഗ്രോത്തുമാണ് ഉൾപ്പെടുന്നത്. വ്രോംസ് എക്സ്പെക്റ്റൻസി തിയറിയിൽ എക്സ്പെക്ടേഷൻ, ഇൻസ്ട്രുമെന്റാലിറ്റി അതുപോലെ തന്നെ വാലൻസ് ഇത് മൂന്നുമാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ആദംസ് ഇക്വിറ്റി തിയറി എന്ന് പറയുമ്പോൾ ഫെയർനെസ് മാറ്റേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. സോ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. ഇവിടെ ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് എബ്രഹാം മാസ്ലോയുടെയാണ്. എക്സ് ആൻഡ് വൈ തിയറി എന്ന് പറയുന്നത് ആരുടെയാണ്? തിയറി ഓഫ് എക്സ് അതുപോലെ തന്നെ തിയറി ഓഫ് വൈ എന്ന് പറയുന്നത് MC ഗ്രിഗേഴ്സിന്റെ ആണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് പറയുന്നത് ഫ്രെഡറിക് ഹെസ്ബർഗിന്റെ ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് PYQs ആണ്. ദ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് തിയറി ഓഫ് എക്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹു വാസ് ദ ഇൻസ്ട്രുമെന്റൽ ഇൻ റിലേറ്റിംഗ് ടു ഹ്യൂമൻ മോട്ടിവേഷൻ വിത്ത് ഹൈറാർക്കി ഓഫ് നീഡ്സ് എബ്രഹാം മാസ്ലോ ആണ്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് വൈ തിയറിയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് ദ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് പ്രൊപ്പോസ്ഡ് ബൈ മാസ്ലോ, അച്ചീവ്മെന്റ് ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ മാസ്ലോയുടെ തിയറി ഓഫ് നീഡ് ഹൈറാർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ മോർ പീപ്പിൾ അഡ്വാൻസ് ടു ഹയർ ഓർഡർ നീഡ്സ് ദ ലെസർ ദേ ഡിസ്പ്ലേ ദെയർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു വർക്ക്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ നീഡ്സ് ഓഫ് പീപ്പിൾ ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ പെർസീവ്ഡ് പ്രയോറിറ്റി ഓഫ് ഹൈറാർക്കി. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഇൻ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി ദ ഫസ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് ആർ കാൾഡ് ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു മോട്ടിവേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള PYQs ആണ്. നിങ്ങൾക്ക് മറ്റു ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. എല്ലാ വർഷവും മുടങ്ങാതെ വരുന്ന ഒരു പോർഷനാണ് മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെന്റിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇന്റർ ഗവൺമെന്റൽ എഗ്രിമെന്റ് ആണ്. പ്രധാനമായിട്ടും ട്രേഡ് ബാരിയേഴ്സ് ആയിട്ടുള്ള താരിഫ് അതുപോലെ തന്നെ കോട്ട തുടങ്ങിയിട്ടുള്ളവ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഇന്റർ ഗവൺമെന്റ് എഗ്രിമെന്റുകളാണ് ട്രേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ലെവൽ ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ ട്രേഡ് ബ്ലോക്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് പ്രിഫറൻഷ്യൽ ട്രേഡിംഗ് ഏരിയ, ദാറ്റ് മീൻസ് PTA, and free trade areas, customs union, common market and economic and monetary unions. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള ചില ട്രേഡ് ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏരിയ എന്ന് പറയുമ്പോൾ മെമ്പർ കൺട്രീസിന്റെ കേസിൽ താരിഫ് ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ രാജ്യവും അവരുടേതായിട്ടുള്ള ഒരു ട്രേഡ് പോളിസിയാണ് നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ളവരുമായിട്ട്
ഫോളോ ചെയ്യുന്നത്. അടുത്തത് കസ്റ്റംസ് യൂണിയൻ ആണ്. ഫ്രീ ട്രേഡ് ഏരിയയിലെ പോലെ ഫീച്ചേഴ്സ് ആണ് കസ്റ്റംസ് യൂണിയനിൽ. അതിനോടൊപ്പം തന്നെ ഔട്ട്സൈഡ് കൺട്രീസിന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈടാക്കുന്നത് ഒരു കോമൺ എക്സ്റ്റേണൽ താരിഫാണ്. സൗത്തേൺ ആഫ്രിക്കൻ കസ്റ്റംസ് യൂണിയൻ ആണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ കോമൺ മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഗുഡ്സ്, സർവീസ്, ലേബർ, ക്യാപിറ്റൽ ഇതെല്ലാം തന്നെ വളരെ ഫ്രീ ആയിട്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹാർമോണൈസസ് ഫിസ്ക്കൽ, മോണിറ്ററി ആൻഡ് അതർ ഇക്കണോമിക് പോളിസീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ ആണ്. അതുമാത്രവുമല്ല ഏറ്റവും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് മോസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് ബ്ലോക്ക് ആണ് എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത്. ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡിംഗ് അറേഞ്ച്മെൻറ്റ്സ്. Trading arrangements involving many countries and focuses on reducing global trade barriers and does not necessarily involve regional economic integrations. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. പതിവായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Which of the following is the most integrated form of regional economic arrangement? ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇക്കണോമിക് യൂണിയൻ ആണ്. ഇക്കണോമിക് യൂണിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇവിടെ ഗുഡ്സ് അതുപോലെ തന്നെ മറ്റ് സർവീസുകളും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ തന്നെ വളരെ ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണിത് മോസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് റീജിയണൽ എക്കണോമിക് അറേഞ്ച്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുമാത്രവുമല്ല ഇക്കണോമിക് യൂണിയനിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർ കൺട്രീസ് ഫോളോ ചെയ്യുന്ന ട്രേഡ് പോളിസികളും അതേപോലെ തന്നെ ഫിസ്ക്കൽ പോളിസികളും ഒക്കെ തന്നെ വളരെ ലിബറൽ ആയിട്ടുള്ള പോളിസികളാണ്. ഇനി ഇതേ രീതിയിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ലീസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് റീജിയണൽ എക്കണോമിക് അറേഞ്ച്മെന്റ്. അപ്പോൾ ലീസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫോം എന്നാണെന്നുണ്ടെങ്കിൽ അതിന് ആൻസർ വരുന്നത് ഫ്രീ ട്രേഡ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ എക്കണോമിക് യൂണിയനും ലീസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് റീജിയണൽ എക്കണോമിക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയയുമാണ്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയയും കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് യൂണിയൻ ആണ് ഉൾപ്പെടുന്നത്. ഇവ തമ്മിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. സോ ഇതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം കോമൺ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഗുഡ്സും സർവീസും മറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒക്കെ തന്നെ വളരെ ഫ്രീ ആയിട്ടാണ് മൂവ്മെന്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഫ്രീ ട്രേഡ് ഏരിയാസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്മേലുള്ള താരിഫ് റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിഫറൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എമംഗ് മെമ്പേഴ്സ് ആണ്. അതായത് ഈ ഒരു കോമൺ മാർക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് യൂണിയനിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർ കൺട്രീസ് അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഗുഡ്സും സർവീസും ഒക്കെ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യപ്പെടുമ്പോൾ ഫ്രീ ട്രേഡ് ഏരിയാസിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ താരിഫ് ഒഴിവാക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മേജർ ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അഥവാ ഗാട്ട്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, സാഫ്ത സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് ഏരിയ ആൻഡ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ദാറ്റ് മീൻസ് ട്രിപ്സ് ആൻഡ് സൗത്ത് കോർപ്പറേഷൻസ്. ഓക്കെ, ഇതിൽ എപ്പോഴും എക്സാമിന് ആവർത്തിച്ച് വരുന്ന കുറച്ച് ഏരിയാസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ആൻഡ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് UNCTAD. ഓക്കെ, അപ്പോൾ ഇതിൽ IMF-നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 190 രാഷ്ട്രങ്ങളാണ് ഉൾപ്പെടുന്നത്. IMF എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1944 കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓരോ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും
ഫോം ചെയ്തിട്ടുള്ള ഇയറും മാച്ച് ദ ഫോളോവിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ വെച്ചിട്ടാണ് IMFും അതുപോലെ തന്നെ വേൾഡ് ബാങ്കും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ IMFിനെയും വേൾഡ് ബാങ്കിനെയും ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി എന്താണ് IMFിന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് ബാങ്കിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1944 വേൾഡ് ബാങ്കും ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ വെച്ചിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. 189 രാഷ്ട്രങ്ങളാണ് വേൾഡ് ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ളത്. ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, അതും ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസും അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് നടപ്പിലാക്കുക എന്നുള്ളതാണ് വേൾഡ് ബാങ്കിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി UNCTAD എന്ന് പറയുന്നത് 1964 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. യുഎന്റെ ഒരു പെർമനന്റ് ഓർഗൻ കൂടിയാണ് UNCTAD എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതേപോലെ തന്നെ എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ട്രേഡ് ഡെവലപ്മെന്റും കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനും അത് ഫോം ചെയ്തിട്ടുള്ള ഇയറും ഹെഡ് ക്വാർട്ടേഴ്സും മെമ്പർ കൺട്രീസും അതുപോലെ തന്നെ ദാറ്റ് മീൻസ് ടോട്ടൽ മെമ്പർ കൺട്രീസും നാം മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ജനീവ ആൻഡ് സ്വിറ്റ്സർലൻഡ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 166 മെമ്പർ കൺട്രീസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. പ്രധാനമായിട്ടും ഫ്രീ ആൻഡ് ഫെയർ ഇന്റർനാഷണൽ ട്രേഡ് കൊണ്ടുവരിക, അതേപോലെ തന്നെ ട്രേഡ് ഡിസ്പ്യൂട്ടുകളെ സെറ്റിൽമെന്റ് ചെയ്യുക, ട്രേഡ് ബാരിയേഴ്സിനെ കുറയ്ക്കുക, അതേപോലെ തന്നെ ട്രേഡ് എഗ്രിമെന്റ്സിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ളവയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വാഷിംഗ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഗ്ലോബൽ മോണിറ്ററി സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, ഇതെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് IMFിന്റെ ഒബ്ജക്റ്റീവ്. മറ്റൊന്നാണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനകത്ത് ഇതിൽ R എന്ന് പറയുന്ന ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, അപ്പോൾ ഇവിടെ റീകൺസ്ട്രക്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. 1944 IBRD ഫോം ചെയ്തിട്ടുള്ളത്. വാഷിംഗ്ടൺ DC ആസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. 189 രാഷ്ട്രങ്ങളാണ് IBRDയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ലോൺസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻസ്, പ്രത്യേകിച്ചും മിഡിൽ ഇൻകം ആൻഡ് ക്രെഡിറ്റ് വർത്തി ഡെവലപ്പിംഗ് കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അടുത്തതാണ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ അഥവാ IDA എന്ന് പറയുന്നത്. 1960 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. വാഷിംഗ്ടൺ DC ആണ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. 174 രാഷ്ട്രങ്ങളാണ് IDAയിൽ അംഗങ്ങളായിട്ടുള്ളത്. പ്രത്യേകിച്ചും കൺസെഷണൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പൂവറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഗ്രാൻസ് പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളവയാണ് IDAയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തത് IFC, ദാറ്റ് മീൻസ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. 1956 വാഷിംഗ്ടൺ DC ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് IFC എന്ന് പറയുന്നത്. 187 രാഷ്ട്രങ്ങളാണ് മെമ്പേഴ്സ് ആയിട്ടുള്ളത്. പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ചും ഇൻവെസ്റ്റ്മെന്റും അഡ്വൈസറി സർവീസിലൂടെയും പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് IFCയുടെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്ത മിഗ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. 1988 ഫോം ചെയ്ത മിഗ വാഷിംഗ്ടൺ DC USA ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 182 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുക, അതേപോലെ തന്നെ ബൈ പ്രൊവൈഡിങ് പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ്. അടുത്തത് UNCTAD, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ജനീവയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. സോ പ്രൊമോട്ട് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അടുത്തത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ്.
1966 ഇത് ഫോം ചെയ്തിട്ടുള്ളത്. മനിലയാണ് ആസ്ഥാനം. 69 മെമ്പേഴ്സ് ആണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ളത്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പ്രത്യേകിച്ചും ഏഷ്യ പസഫിക് റീജിയനിലുള്ളവർക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, പ്രത്യേകിച്ചും ലോൺസും ടെക്നിക്കൽ അസിസ്റ്റൻസും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കുന്നത്. അടുത്ത ഒന്നാണ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്. 1985 ഫോം ചെയ്തിട്ടുള്ളത്. നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. 8 രാഷ്ട്രങ്ങളാണ് സാർക്കിൽ അംഗങ്ങളായിട്ടുള്ളത്. റീജിയണൽ കോപ്പറേഷൻ, പ്രത്യേകിച്ചും ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അടുത്തതാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയൻ. 1967 ഫോം ചെയ്തിട്ടുള്ളത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. ടോട്ടൽ 10 മെമ്പേഴ്സ് ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എക്കണോമിക് ഗ്രോത്ത്, റീജിയണൽ പീസ് ആൻഡ് പൊളിറ്റിക്കൽ കോപ്പറേഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 1993 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ബെൽജിയം, ബ്രസൽസിലാണ് ആസ്ഥാനം എന്ന് പറയുന്നത്. മാസ്ട്രിക്റ്റ് ട്രീറ്റി വഴിയാണ് യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്തിട്ടുള്ളത്. 27 മെമ്പേഴ്സ് ആണ് ഉൾപ്പെടുന്നത്. എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസ് ആൻഡ് ക്യാപിറ്റൽ ആൻഡ് പീപ്പിൾ, ഇത്രയുമാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രീ ട്രേഡ് ഏരിയയും കസ്റ്റംസ് യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഫ്രീ ട്രേഡ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പർ കൺട്രീസിന് താരിഫ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നോൺ മെമ്പർ കൺട്രീസിനായിട്ട് സെപ്പറേറ്റ് എക്സ്റ്റേണൽ താരിഫ് ഫ്രീ ട്രേഡ് ഏരിയയിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രൈമർലി ഫോക്കസ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് ആണ്. അതായത് പ്രധാനമായിട്ടും ട്രേഡ് നെഗോഷിയേഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുക, ആൻഡ് ട്രേഡ് പോളിസികളെ മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ട്രേഡ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളവയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വേൾഡ് ബാങ്ക് എന്നുള്ളതാണ്. സോ ഇവിടെയും ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ് ഫോർ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ഒരു കോർ മിഷൻ എന്ന് പറയുന്നത് തന്നെ ഫിനാൻസിങ് ആയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്, എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസിസ്റ്റൻസും അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തുടങ്ങിയവയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വേൾഡ് ബാങ്ക് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ വെച്ച് തന്നെയാണ്. IMFും ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൽ രൂപീകരിക്കപ്പെട്ടു, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് ഡിസംബർ 1945 ഓക്കെ. അടുത്ത വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജാനുവരി 1995 രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ADB എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1966 ഓക്കെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പ്രൊവിഷൻ ഓഫ് ലോൺസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല ഇത്. ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ തിയറി സൈഡാണ്. പ്രോബ്ലംസ് ചോദിക്കുമെങ്കിൽ പോലും കൂടുതൽ തവണയും അക്കൗണ്ടിങ് തിയറീസ് ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സുകൾ,
അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഏറിയ പങ്കും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും സ്റ്റാൻഡേർഡ്സുമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് യൂണിറ്റ് 3യുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. The system of accounting, commonly known as book profit system of accounting. അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ട്. സിംഗിൾ എൻട്രി സിസ്റ്റം മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് സ്മോൾ ബിസിനസ് കൺസേൺ ആണ്. വൺ സൈഡഡ് ട്രാൻസാക്ഷൻസ് മാത്രമാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊരു ട്രാൻസാക്ഷനും ഡെബിറ്റ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, അത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് പ്രധാനമായിട്ടും ക്യാഷ് സിസ്റ്റം അതുപോലെ തന്നെ അക്രൂവൽ സിസ്റ്റം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ക്യാഷ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻസും നടക്കുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്തു അതേപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു, ഈ രണ്ട് ട്രാൻസാക്ഷനിലും ക്യാഷ് ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് റിസീവിന് ശേഷം മാത്രം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ക്യാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ അക്രൂവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ക്യാഷ് റെസിപ്റ്റോ അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റോ നടന്നില്ല, ബട്ട് ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റു, അതേപോലെ തന്നെ ക്രെഡിറ്റിന് ഗുഡ്സ് വാങ്ങി. അവിടെ ക്യാഷ് പേയ്മെൻറ്റോ ക്യാഷ് റെസിപ്റ്റോ ഉണ്ടായില്ല, പകരം അവിടെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി അല്ലേ, ഗുഡ്സ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ട്രാൻസാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്രൂവൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് പ്രോഫിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് മെർക്കൻറ്റൈൽ സിസ്റ്റമാണ് കേട്ടോ. ഈ മെർക്കൻറ്റൈൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് അക്രൂവൽ സിസ്റ്റം. അപ്പോൾ ഇനി വേണമെങ്കിൽ ക്വസ്റ്റിനകത്ത് ബുക്ക് പ്രോഫിറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മെർക്കൻറ്റൈൽ സിസ്റ്റം മാത്രമല്ല അക്രൂവൽ സിസ്റ്റം തന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റണം. അടുത്ത ഒന്നാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളത്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് എന്നും അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകളാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, കോസ്റ്റ് കോൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്റ്റ്, അക്കൗണ്ടിംഗ് പീരീഡ്, മാച്ചിങ് കോൺസെപ്റ്റ്, റിയലൈസേഷൻ കോൺസെപ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസുകളാണ് കൺസിസ്റ്റൻസി, ഫുൾ ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി തുടങ്ങിയിട്ടുള്ളവ. അപ്പോൾ ഇതിൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് അല്ലാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റിസം കോൺസെപ്റ്റ് ആണ്. കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിൽ ഈ അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്നൊന്ന്, അതായത് എന്താണെന്നുള്ളതൊന്ന് നോക്കിപ്പോകാം. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ, ഫിക്സഡ് അസറ്റിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ആദ്യത്തെ വർഷം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഇയറിലും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അല്ലാണ്ട് ഓരോ വർഷവും ഓരോ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻസ് കൺസിസ്റ്റൻ്റ് ആയില്ലെങ്കിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് മുൻ വർഷത്തെയും ഈ വർഷത്തെയും കൂടി ചേർത്ത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഒന്നാണ് ഫുൾ ഡിസ്ക്ലോഷർ, അതായത് എല്ലാ ഇൻഫോർമേഷൻസും ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ഇനി കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ലോസുകൾ നമുക്ക് ട്രാൻസാക്ഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റിനെ ഒരിക്കലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് കൺസർവേറ്റിസം കോൺസെപ്റ്റിൽ പറയുന്നത്. ആൻഡ് അടുത്ത ഒന്നാണ് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ളവയെ അസറ്റിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി. ഇപ്പോൾ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മളതൊരു എക്സ്പെൻസ് ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതൊരു അസറ്റായിട്ടോ മെറ്റീരിയൽ ആയിട്ടോ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അക്കൗണ്ടിംഗ് കൺവെൻഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സുകളും അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും നോക്കാം. Anticipate no profit and provide for all possible losses. കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രുഡൻസ് കോൺസെപ്റ്റ് ആണ് ഇതിന് സ്യൂട്ടായിട്ട് വരുന്നത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന
ഒരു ലോസിനെ മുൻകൂട്ടി കണക്കാക്കി അതിനായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതും കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ കൺസർവേറ്റിസം കൺവെൻഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം പറയുന്നത് ബിസിനസ്സും ബിസിനസ്മെനും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ലയബിലിറ്റി, ബിസിനസ്സിൻ്റെ ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് മെത്തേഡ് ഓഫ് ചാർജിങ് ഡിപ്രീസിയേഷൻ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ഇയർ ആഫ്റ്റർ ഇയർ. അത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് പ്രകാരമാണ്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രകാരമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ ഇതാണ് പോളിസി ഓഫ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് പോകണേ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് നോട്ട് അക്കൗണ്ടഡ്. കോസ്റ്റ് കോൺസെപ്റ്റ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത സമയത്തെ അതിൻ്റെ പ്രൈസ് എത്രയാണോ അതായിരിക്കും തുടർന്നും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2002 വാങ്ങിയ മെഷീനറിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 20,000 ആണ്. അറ്റ് പ്രസൻറ്റ് 2026 ആ മെഷീനറിയുടെ ആ പ്രൈസ് തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ബട്ട് അത് കൺസിഡർ ചെയ്യുന്നില്ല. അടുത്ത മണി മെഷർമെൻറ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ബിസിനസ്സിന് 2 ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അതൊരിക്കലും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ ബിൽഡിങ്ങിൻ്റെ പ്രൈസ് എത്രയാണോ അതാണ് നമ്മളവിടെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദെയർ മസ്റ്റ് ബി സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ എവരി ട്രാൻസാക്ഷൻ. ഒബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ വെരിഫയബിലിറ്റി കോൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ആഡഡ് ടു റെൻറ്റ് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ് ആണ്. റവന്യൂ എന്തിന് തുല്യമായിരിക്കണം? ആ വർഷത്തെ എക്സ്പെൻസിന് മാച്ച് ആയിട്ട് വരണം എന്നുള്ളതാണ്. സോ അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പ്രകാരം വരുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് എൻ അസറ്റ് ബട്ട് ഈസ് ആൻ എക്സ്പെൻസ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ആണ് അതിന് പറയാൻ സാധിക്കുന്നത്. അടുത്തത് ബിസിനസ്മാൻ ആൻഡ് ദ ഫേം ആർ സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പറഞ്ഞതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദ ഫിക്സഡ് അസറ്റ് ആർ അപ്പിയർഡ് അറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, വാല്യൂ അപ്രൈസ്ഡ് ബൈ ദ കോമ്പിറ്റന്റ് വാല്യൂവേഴ്സ്, കറന്റ് വാല്യൂ ആൻഡ് നൺ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഏതാണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് പഠിച്ചപ്പോൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് consistency require a firm to follow the same accounting method each year. അപ്പോൾ അസഷൻ കറക്റ്റ് ആണ്, കാരണം കൺസിസ്റ്റൻസി പറയുന്നത് ഫേം ഫോളോ ചെയ്യുന്ന രീതികളും അതായത് അക്കൗണ്ടിങ് മെത്തേഡ് എല്ലാ വർഷവും സെയിം തന്നെ ആയിരിക്കണം. ഇറ്റ് എൻഷുർ ദ കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓവർ അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ രണ്ടും കറക്റ്റ് ആണ്. അസഷനും അതിനെ സാധൂകരിക്കുന്ന റീസണും കറക്റ്റ് ആണ്. സോ ബോത്ത് അസഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. ഓപ്ഷൻ എ ആണ് വരുന്നത്. ബോത്ത് അസഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കേട്ടോ, അപ്പം ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത്. അസഷനും റീസണും കറക്റ്റ് ആണെന്ന് മാത്രമല്ല ആ അസഷനെ സാധൂകരിക്കുന്നതാണ് റീസൺ എന്ന് പറയുന്നത്. അടുത്ത 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ. ദെൻ അടുത്തത് പറയുന്നത് the statement of realization concept focus on the creation of goods rather than their sale എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നോക്കാം. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ്. കാരണം റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ഇറ്റ് ഈസ് റിയലൈസ്ഡ് ഓർ റിയലൈസബിൾ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2 പ്രകാരം പറയുന്നത് ദ റിയലൈസേഷൻ കോൺസെപ്റ്റ് ഫോക്കസ് ഓൺ ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് റാദർ ദാൻ ദെയർ സെയിൽ. ഒരിക്കലും റിയലൈസേഷൻ കോൺസെപ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺലി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി കേട്ടോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സിൽ നിന്ന് തന്നെയാണ്. കൺസിസ്റ്റൻസി എൻഷുർ റിലയബിലിറ്റി ഇൻ കമ്പാരിസൺ. അതിൽ അസഷൻ കറക്റ്റ് ആണ്. ആൻഡ് റീസൺ പറയുന്നത് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് മെത്തേഡ് ഡിസോർട്ട് അനാലിസിസ്. അതും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അസഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ബോത്ത്
A and R true and R is the correct explanation of A. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഈ പഠിച്ച എല്ലാ പോയിന്റ്സും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനകത്ത് മാച്ചിങ് കോൺസെപ്റ്റിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ. ലിസ്റ്റിലെ ഓപ്ഷൻ 2 ആണ്. Recognize revenue in the same period as related expense in the same period as related revenues. Then അടുത്തത് ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ പ്രകാരം പറയുന്നത് ബിസിനസ് ഒരു ലോങ് പീരീഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദ എൻറ്റിറ്റി അസ്യൂംസ് ടു കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി. ആൻഡ് പ്രിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റിസം കോൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ആൻറ്റിസിപ്പേറ്റ് no profit but provide or losses. And അടുത്തത് റിയലൈസേഷൻ കോൺസെപ്റ്റ് ആണ്. The revenue not record before realization. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. യൂണിറ്റ് 4 റിസർച്ച് മെത്തഡോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിസർച്ച് ടൈപ്പ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇതൊരു ഫാക്ട് ഫൈൻഡിങ് റിസർച്ചാണ്. അതായത് സർവേയിലൂടെയോ അതേപോലെ തന്നെ ഇൻ്റർവ്യൂസിൽ നിന്നൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് പ്രോബ്ലത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഈ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു സംഭവം നടന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല. ആൻഡ് ഹി ക്യാൻ ഓൺലി റിപ്പോർട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഓർ വാട്ട് ഹാപ്പൻഡ് എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴും സർവേ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് വഴിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നത്. ആൻഡ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഹിയർ ദ റിസർച്ചേഴ്സ് യൂസസ് ഫാക്ട് ഓർ ഇൻഫർമേഷൻ ഓൾറെഡി അവൈലബിൾ ആൻഡ് അനലൈസ് ദം ടു make a critical evaluation on materials, and it aims at testing hypothesis and specifying and interpreting the relationship. അപ്പോൾ അനലിറ്റിക്കൽ റിസർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫാക്ട്സിനെ അനലൈസ് ചെയ്തിട്ട് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആൻഡ് അപ്ലൈഡ് ആൻഡ് ഫണ്ടമെൻ്റൽ റിസർച്ച്. അപ്ലൈഡ് റിസർച്ചിനെ പ്രാക്ടിക്കൽ അതേപോലെ തന്നെ നീഡ് ബേസ്ഡ് റിസർച്ച് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് മാത്രമല്ല ആക്ഷൻ റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈഡ് റിസർച്ചിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഈ അപ്ലൈഡ് റിസർച്ചിൻ്റെ കേസിൽ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ആൻ ഇൻഡസ്ട്രി ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ സൊസൈറ്റി, ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള തിയറീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യുവർ ഓർ ബേസിക് റിസർച്ചിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിസർച്ച് ഫോർ ദ സേക്ക് ഓഫ് ഗെയിനിങ് ഓർ എൻഹാൻസിങ് നോളജ്. അപ്പോൾ പുതുതായിട്ട് നോളജ് കണ്ടെത്തുക അല്ലെങ്കിൽ നിലവിലുള്ള നോളജ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ പൊരുളെന്ന് പറയുന്നത്. അതുമാത്രവുമല്ല ഈ ഗെയിൻ ചെയ്ത നോളജിൻ്റെ അടിസ്ഥാനത്തിൽ തിയറീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ പ്യുവർ ഓർ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ കേസിൽ മെഷർമെൻറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് എടുക്കുന്നത്. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ തന്നെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സിലാണ് ഡേറ്റാസ് വരുന്നത്. പ്രത്യേകിച്ചും സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഇറ്റ് ട്രൈസ് ടു മെഷർ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ യൂസിങ് ടെക്നിക്സ് ഓഫ് ഇൻ്റർവ്യൂ ആൻഡ് ഒബ്സർവേഷൻ. അടുത്തതാണ് കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുമ്പോൾ കൺസെപ്ച്വൽ റിസർച്ചിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സം ഐഡിയാസ് ഓർ അബ്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ചില തിയറീസ് ആയിരിക്കും. ഇത് പൊതുവെ ഫിലോസഫേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ആണ് കൺസെപ്ച്വൽ റിസർച്ച് യൂസ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് എംപിരിക്കൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ്.
ഇവിടെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ കേസിൽ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡേറ്റാസ് കളക്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദേ ആർ ഡേറ്റ ബേസ്ഡ് ഓൺ ദ റിസർച്ച് കമ്മിങ് അപ്പ് വിത്ത് കൺക്ലൂഷൻ വിച്ച് ആർ കേപ്പബിൾ ഓഫ് ബീങ് വെരിഫൈഡ് ബൈ ഒബ്സർവേഷൻ ഓർ എക്സ്പെരിമെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ എംപിരിക്കൽ റിസർച്ചിൻ്റെ കേസിൽ പ്രധാനമായിട്ടും കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ വെരിഫൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകിച്ചും എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡയറക്റ്റഡ് ടുവാർഡ് ഡിസ്കവറിങ് വാട്ട്സ് ഹാപ്പനിങ്, വൈ ഇറ്റ്സ് ഹാപ്പനിങ് ആൻഡ് വാട്ട് ക്യാൻ ബി ഡൺ എബൌട്ട് ഇറ്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രോഗം വന്നു, അതിനെ നമ്മൾ ഡയഗ്നോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു റിസർച്ചിൻ്റെ പ്രോബ്ലത്തെക്കുറിച്ചിട്ടും ഡയഗ്നോസ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസർച്ച് ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ സ്റ്റഡീസ് നടത്തിയിട്ടില്ലാത്ത ഏരിയാസ് അല്ലെങ്കിൽ അധികമാരും അങ്ങനെ അത്രത്തോളം കണ്ടെത്തിയിട്ടില്ലാത്ത ഏരിയാസും ഒക്കെ തന്നെ ആണ് എക്സ്പ്ലോറേറ്ററി റിസർച്ചിൽ സ്റ്റഡി ചെയ്യപ്പെടുന്നത്. ഇത് പൊതുവേ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. So the exploratory research is used to investigate a problem which is not clearly defined, and it is conducted to have a better understanding the existing problem but will not provide a conclusive result. Okay, അപ്പോൾ ഈ ഒരു exploratory research എന്ന് പറയുമ്പോൾ ആ ഒരു ടൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രോബ്ലത്തെക്കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പൊതുവെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് ഒരു റിസൾട്ടിലേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആക്ഷൻ റിസർച്ച് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്ലൈഡ് റിസർച്ചിൻ്റെ ഒരു അനദർ ഫോമാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് റിമൈൻസിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഇവൻറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ സ്റ്റഡി ചെയ്യപ്പെടുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡിങ് ദ ഫിലോസഫി ഓഫ് എ പേഴ്സൺ ആൻഡ് ഗ്രൂപ്പ് ഓഫ് അറ്റ് എനി റിമോട്ട് പോയിന്റ് ഓഫ് ടൈം. അടുത്തതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ന് പറയാൻ സാധിക്കും. ഒരു വ്യക്തിയെ പറ്റിയിട്ടോ ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടോ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടോ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ, ഒരു കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, മറ്റൊരു സോഷ്യൽ യൂണിറ്റ് ആയിക്കോട്ടെ, അപ്പോൾ ഇവയെ കുറിച്ചിട്ടൊക്കെ തന്നെ വളരെ ഇൻഡെപ്ത് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. PYQs ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു അസഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് കണ്ടക്റ്റഡ് വെൻ ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ നോളജ് ഓഫ് ദ പ്രോബ്ലം സിറ്റുവേഷൻ. ഇത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇവിടെ ഒരു പ്രോബ്ലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ക്ലിയർലി ഡിഫൈൻഡ് അല്ലാത്ത അല്ലെങ്കിൽ ക്ലിയർലി അണ്ടർസ്റ്റുഡ് അല്ലാത്ത ഒരു ഏരിയയെ കുറിച്ചിട്ടാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് റീസൺ ആയിട്ട് പറയുന്നത് ഇറ്റ് എയിംസ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് ക്യാഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ. അപ്പോൾ ഈ ഒരു റീസൺ റോങ് ആണ്. എസ്റ്റാബ്ലിഷിംഗ് ക്യാഷ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് വരുന്നതാണ്. അപ്പോൾ അസഷൻ കറക്റ്റ് ആണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് എന്താണ്, റോങ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫാൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സിറ്റുവേഷൻ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി ദ ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. ഇപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നത് കേസ് സ്റ്റഡിയിലാണ് കേട്ടോ. കേസ് സ്റ്റഡിയിലാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് വരുന്നത്. എക്സ്പെരിമെൻ്റൽ മെത്തേഡിലും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലും ഡയഗ്നോസിസ് മെത്തേഡിലും ഒക്കെ തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ കേസ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി മെത്തേഡാണ് കേട്ടോ. അടുത്തതൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ബേസിക് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, കൺസെപ്ച്വൽ റിസർച്ച്. ഇതിന് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്
തന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു എക്സ്പോസ് ഫാക്ടോ റിസർച്ച് ആണെന്നുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ മറ്റൊരു പേരാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ബേസിക് റിസർച്ച് ആണ്. അപ്പോൾ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് ദ റിസർച്ച് ഡൺ ഫോർ നോളജ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ ബേസിക് റിസർച്ചിനെ മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എത്നോഗ്രഫിയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, എത്നോഗ്രഫിയാണ് കറക്റ്റായിട്ട് വരുന്നത്. ആൻഡ് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സൈക്കോളജിസ്റ്റ് അതേപോലെ തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് ആണ് വരുന്നത്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത് റിസർച്ച് ഡൺ ഫോർ നോളജ് എൻഹാൻസ്മെൻറ്റ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ എത്നോഗ്രഫി ആണ് വരുന്നത്. അടുത്തത് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത് സൈക്കോ അനലിസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ എല്ലാ എക്സാമിനും ചോദിക്കുന്നതും ഒരു റിപ്പീറ്റ് മോഡൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു പോർഷനകത്തുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള തിയറീസ് ആണ് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച്, മോദിഗിലാനി മില്ലർ മോഡൽ. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് വിത്തൗട്ട് ടാക്സ് ആൻഡ് വിത്ത് ടാക്സ്. ഇനി നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ റിലവൻസ് തിയറി. അതിൽ ഉൾപ്പെടുന്നവയാണ് നെറ്റ് ഇൻകം അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ഇർറിലവൻസ് തിയറി ഉണ്ട്. അതിൽ ഉൾപ്പെടുന്നവയാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ആൻഡ് മോദിഗിലാനി മില്ലർ അപ്രോച്ച്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ അതർ തിയറീസിനകത്ത് വരുന്നതാണ് ട്രേഡ് ഓഫ് തിയറി ആൻഡ് പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ റിലവൻസ് ആൻഡ് ഇർറിലവൻസ് തിയറീസ് ആണ് നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും റെഗുലർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതും. നെറ്റ് ഇൻകം അപ്രോച്ച് തിയറിയാണ് ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് തിയറിയും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് തിയറി, ഈ ഒരു തിയറി എന്ന് പറയുന്ന തിയറി ഓഫ് റിലവൻസിനകത്ത് വരുന്നതാണ്. അതായത് ഒരു ഫേമിന്റെ വാല്യൂവും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്ന തിയറി ആയതുകൊണ്ട് തന്നെ ഇതിനെ റിലവൻസ് തിയറി ആയിട്ട് പരിഗണിക്കും. എന്നാൽ ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറും ആ ഫേമിന്റെ വാല്യൂവും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന തിയറിയാണ് തിയറി ഓഫ് ഇർറിലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻകം അപ്രോച്ച് എന്ന് പറയുന്നത് ഡേവിഡ് ദുരന്ത് ആണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയുന്നത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം. അതായത് ഒരു ഫേമിന്റെ വാല്യൂവും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് നെറ്റ് ഇൻകം അപ്രോച്ചിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില അസംഷൻസ് ആണ്. അതായത് ഒരു ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ലിവറേജ്. അപ്പൊ ഇത്രയും അസംഷൻസ് ആണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ്. അപ്പൊ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഡേവിഡ് ദുരന്ത് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പം ഈ തിയറിയിൽ പറയുന്നത് ഒരു ഫേമിന്റെ വാല്യൂവിനെ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ കമ്പോസിഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള 3 അസംപ്ഷൻ ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ചേഞ്ച് വിത്ത് ദ ഡിഗ്രി ഓഫ് ലിവറേജ് ആൻഡ് ദർ ഈസ് നോ ടാക്സ്. ഇത്രയും അസംഷൻസ് ആണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ തിയറി പഠിക്കുന്ന സമയത്ത് തിയറി എന്താണെന്നുള്ളത് അറിയുക, ആ തിയറി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ പേര് അറിയുക, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസംഷൻസും പഠിച്ചു വെക്കുക. സീരീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഏരിയയിൽ നിന്നും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ അസംഷൻസ് അണ്ടർലൈൻ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അസംഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ആണ്. ഹെട്രോജീനിയസ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്, ഇതൊരു ഹോമോജീനിയസ് ആണ്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ടാക്സ് കറക്റ്റ് ആണ്. 100% ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് റോങ് ആണ്, അസംഷൻ അത് ഉൾപ്പെടുന്നില്ല. ഇക്വലന്റ്
റിസ്ക് ക്ലാസ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് 1, 3, 5 ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് നെറ്റ് ഇൻകം അപ്രോച്ച് സ്ട്രക്ചർ തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി എന്ന് പറയുന്നത് ഡേവിഡ് ദുരന്തിൻ്റെ ആണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ഡാഷ് അപ്രോച്ച് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ദ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണ് കേട്ടോ. നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെ ഒരു വിഹിതമാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന പ്രോഫിറ്റിന്റെ ഒരു പോർഷനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് മോഡൽസ് പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 4 മോഡലാണുള്ളത്. ഗ്രഹാം ആൻഡ് ഡോഡ് മോഡൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗ്രഹാം ആൻഡ് ഡോഡ് മോഡൽ എന്ന് പറയുന്നത്. വോൾട്ടേഴ്സ് മോഡൽ, MM മോഡൽ അഥവാ അത് കഴിഞ്ഞതിന് ശേഷം ലിൻഡർ മോഡൽ. ഇതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള 3 മോഡൽസ് ആണ് വോൾട്ടേഴ്സ്, MM ആൻഡ് ലിൻഡേഴ്സ്. ഇതിൽ MM മോഡലിന് ഡിവിഡൻഡ് ഇർറലവൻസ് മോഡൽ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ എന്താണ് വോൾട്ടേഴ്സ് മോഡൽ എന്ന് നമുക്ക് നോക്കാം. വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ഡിസിഷൻ ടു ഇഷ്യൂ ഡിവിഡൻഡ് ഡിപ്പെൻഡ് ഓൺ ദ ഓപ്പർച്യൂണിറ്റി ടു റീഇൻവെസ്റ്റ് ദ റീറ്റേൺഡ് ഏർണിംഗ്സ്. According to Walter's model, if the firm find good opportunity to invest the profit, it may not issue dividend to be the shareholders. If the shareholders have a trust in the decision of the firm, then they may reinvest the dividend to buy more shares. വോൾട്ടേഴ്സ് മോഡൽ പ്രകാരം പറയുന്നത് ഒരു ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫേം ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് അവർക്ക് ലഭിക്കുന്ന ഡിവിഡൻഡ് ആ ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഫ്യൂച്ചറിൽ കൂടുതൽ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ സാധ്യമാകും. അത് ഫേമിനോട് വിശ്വാസമുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി ലഭ്യമാകും എന്നുള്ളതാണ് വോൾട്ടേഴ്സ് മോഡലിനകത്ത് പറയുന്നത്. അതായത് ഡിവിഡൻഡ് ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക അഥവാ റീറ്റേൺഡ് ഏർണിംഗ്സിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഗോർഡൻ മോഡൽസിനകത്ത് പറയുന്നത് മറ്റൊരു രീതിയിലാണ്. അതായത് the regular issue of the dividend affect the market price of the firm. The shareholders assumes that future gain from the share are not guaranteed and they believe that current dividend provide the considerable income to them. അതായത് എപ്പോഴും മാർക്കറ്റ് പ്രൈസ്, അതായത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് കൊടുക്കുന്നതിനെ അഫക്റ്റ് ചെയ്തിട്ടാണ്. അതായത് ഒരു ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റെഗുലർ ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ആ ഒരു ഷെയറിന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, എല്ലായ്പ്പോഴും ഡിവിഡൻഡ് എന്ന് പറയുന്നത് കറന്റ് ഡിവിഡൻഡിനാണ് ഇൻവെസ്റ്റേഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഫ്യൂച്ചർ ഇത്തരത്തിൽ ഡിവിഡൻഡ് ലഭിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും കറന്റ് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കൺസിഡറബിൾ ഇൻകം ആണ് എന്നാണ് ഗോർഡൻസ് മോഡൽ പറയുന്നത്. ഇനി മോദിഗ്ലാനി ആൻഡ് മില്ലർ മോഡൽ സ്റ്റേറ്റ് ചെയ്യുന്നത് if the value of firm is not affected by the division of profit between the new investment and the issue of dividend. അതായത് ഇപ്പോൾ റീറ്റേൺ ഏർണിംഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നതായിക്കോട്ടെ, ഈ 2 കാര്യങ്ങളാണെങ്കിലും ഒരു ഫേമിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മോദിഗ്ലാനി മില്ലർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തിയറിയെ ഡിവിഡൻഡ് ഇർറലവൻസ് മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി, ഡിവിഡൻഡ് പോളിസി, ഇതിൻ്റെയൊക്കെ അസംഷൻസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോൾട്ടർ മോഡൽ ഓഫ് ഡിവിഡൻഡ് പോളിസിയിലെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ട്രൂ ആൻഡ് ഫാൾസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മിക്കവർക്കും സ്കോർ പോകും. കാരണം ഒരു അസംഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ആ ഒരു എൻ്റെ സ്കോർ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂസിങ് ആണ് ഇതെങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്തെന്ന് പറയുമ്പോൾ ഈ 4 ഓപ്ഷനും, അതായത് വോൾട്ടർ ഡിവിഡൻഡ് മോഡൽ പോളിസി പ്രകാരം പറയുന്നത് ഫേമിന് വെരി ലോങ് ലൈഫ് ഉണ്ട്, ദാറ്റ് മീൻസ് പെർപച്വൽ ലൈഫാണ്. Earning and dividend do not change while determining the value, and internal rate of return and cost of capital എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ ഫേം ആർ ഫിനാൻസിങ് ത്രൂ റീറ്റേൺഡ് ഏർണിംഗ്സ് ഓൺലി. ഇത് 4ഉം കറക്റ്റ് ആണ്. സോ ഇനി നമുക്ക് ഓരോ അസംഷൻസും ഈ വോൾട്ടേഴ്സ് മോഡലിനെ ബാക്കി കണക്ട് ചെയ്ത് വരുന്ന ഡിവിഡൻഡ് പോളിസി മോഡൽസിന്റെയും അസംഷൻസ് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. യൂണിറ്റ് 5
ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രോജക്റ്റ് വിത്ത് നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ വിൽ ഹാവ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ഇൻഡിക്കേറ്റ് ദ പ്രോജക്റ്റ് നെറ്റ് പ്രസന്റ് വാല്യൂ ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിൽ ഉൾപ്പെടുന്ന ഒന്നാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ക്യാഷ് ഇൻഫ്ലോ ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. കാരണം നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ലെസ് ദാൻ 1 ആകാനാണ് സാധ്യത. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. പ്രോഫിറ്റബിലിറ്റി ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് നെറ്റ് പ്രസന്റ് വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ എന്താണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നും നോട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക് എന്നും അറിഞ്ഞിരിക്കണം. അതായത് ടൈം വാല്യൂ ഓഫ് മണിയെ കൺസിഡർ ചെയ്യുന്നവയാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊജക്റ്റിന്മേല എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലെങ്കിൽ ഫ്യൂച്ചർ റിട്ടേൺ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾ എന്ന് പറയാറുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളാണ് പ്രസന്റ് വാല്യൂ, നെറ്റ് പ്രസന്റ് വാല്യൂ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ളവ. ഇനി നോട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. ഇതൊക്കെ തന്നെ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളാണ്. അഥവാ ട്രഡീഷണൽ ടെക്നിക്കുകളെന്നും നോൺ ടൈം അഡ്ജസ്റ്റഡ് ടെക്നിക്കുകളെന്നും ഈ നോട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകളെ പറയാറുണ്ട്. ടൈം അഡ്ജസ്റ്റഡ് അതുപോലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഓർ മോഡേൺ ടെക്നിക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്, അതുപോലെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, മോഡിഫൈഡ് റിട്ടേൺ, അതുപോലെ തന്നെ മോഡിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ തുടങ്ങിയിട്ടുള്ളവ. സോ ഇതിൽ MIRR എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും, പക്ഷെ അത് മോഡിഫൈഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. സോ ഇത്രയുമാണ് ഈ പറഞ്ഞ മോഡേൺ ടെക്നിക്കുകൾ അഥവാ ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കുകൾക്ക് ഉദാഹരണം. അപ്പോൾ ഇതിൽ നോൺ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ബാക്കി മൂന്നും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്കിന് ഉദാഹരണമാണ്. അതുപോലെ അടുത്ത വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിവിഡൻഡ് മോഡൽസുമായി ബന്ധപ്പെട്ട് അഥവാ ഡിവിഡൻഡ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് ഈസ് കോട്ടഡ് ബൈ ഡാഷ് അപ്രോച്ച് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ. ഗോർഡൻസ് അപ്രോച്ച് ആണ്. അതായത് ഗോർഡൻസ് അപ്രോച്ചിൽ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്ക് അവേഴ്സ് ആയിരിക്കും. അതായത് അവർ പ്രസന്റ് റിട്ടേണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, ഫ്യൂച്ചർ റിട്ടേൺ അഥവാ റീറ്റേൺഡ് ഏർണിങ്സിന് അത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കാറില്ല. സോ ഇതിനെ കുറിച്ചിട്ട് പറയുന്ന ഒന്നാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗോർഡൻ ആണ്, മിറൻ ഗോർഡൻ ആണ് ഈ ഒരു ഡിവിഡൻഡ് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ആണ്. അതിൽ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡന്റ് ആണ് എന്നൊരു അസംഷൻ ആണ്. ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് MM ആണ്. അതായത് മോദിഗിലാനി ആൻഡ് മില്ലർ ആണ് പറഞ്ഞിട്ടുള്ളത്. തിയറി ഓഫ് ഇർറലവൻസ് എന്ന് കൂടി അതിനെ അറിയപ്പെടാറുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഇനി മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. Which of the following is not a public relation strategy in promotion mix? അപ്പോൾ പ്രൊമോഷൻ മിക്സിനകത്ത് പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടാത്തത് എക്സിബിഷൻ ആണ്. ഇപ്പൊ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാളൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒന്ന് കസ്റ്റമേഴ്സിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജി ആയിട്ട് കണക്കാക്കാൻ സാധിക്കുകയില്ല. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ആർട്ട് ഓഫ് ഡിസൈനിങ് കമ്പനീസ് ഓഫറിംഗ് ആൻ ഇമേജ് ടു ഓക്യുപ്പൈ എ ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ് മൈൻഡ്.
അപ്പോൾ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ബ്രാൻഡ് പൊസിഷനിങ്, മാർക്കറ്റ് ടാർഗറ്റിംഗ്, മാർക്കറ്റ് പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ബ്രാൻഡ് പൊസിഷനിങ് ആണ്. അതായത് ഒരു ടാർഗറ്റ് മാർക്കറ്റ് മൈൻഡിലേക്ക് നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള ഇമേജിൽ നമ്മുടെ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ഫീച്ചേഴ്സ് എത്തിക്കുക എന്നുള്ളത് ബ്രാൻഡ് പൊസിഷനിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ അത് ഓർമ്മയിൽ വരാൻ കാരണം ഈ ഒരു ബ്രാൻഡ് പൊസിഷനിങ് ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അതായത് മാർക്കറ്റിനെ പല കോമൺ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏജ്, ക്ലൈമറ്റ്, റീറ്റെയിൽ, അതേപോലെ തന്നെ ബ്രാൻഡ് ലോയാലിറ്റി തുടങ്ങിയിട്ടുള്ളവയാണ് നമുക്ക് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏജ്, സെക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്നത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷന്റെ അടിസ്ഥാനത്തിൽ, ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ ആണ്. ആൻഡ് ക്ലൈമറ്റ് സോണിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നത് ജോഗ്രഫിക്കൽ സെഗ്മെന്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ ജോഗ്രഫിക്കൽ സെഗ്മെന്റേഷൻ ആണ് ക്ലൈമറ്റ് സോണിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് റീറ്റെയിൽ ഹോൾസെയിൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ വൈസ് സെഗ്മെന്റേഷൻ ആണ്. റീറ്റെയിൽ അതായത് ഇത്രത്തോളം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അത് റീറ്റെയിൽ, കുറച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് കസ്റ്റമർ വൈസ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് 4 ആണ്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ സെഗ്മെന്റേഷൻ ആണ്. ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഹേവിയർ സെഗ്മെന്റേഷൻ ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അഥവാ PV റേഷ്യോ എന്ന് പറയുന്നത്. PV റേഷ്യോവിനെ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്നും മാർജിനൽ റേഷ്യോ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അല്ലെങ്കിൽ PV റേഷ്യോ? ഇതൊരു റിലേഷൻഷിപ്പാണ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു മാത്തമാറ്റിക്കൽ ടേമിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് PV റേഷ്യോ അഥവാ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് കോൺട്രിബ്യൂഷൻ? പ്രോഫിറ്റ് പോലെ തന്നെ ഒന്നാണ് എന്തെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിലെ സെയിൽസ് മാറുന്നതിനനുസരിച്ച് പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിനെയാണ് PV റേഷ്യോയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അല്ലേ? അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നത് അല്ലേ? അപ്പോൾ സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുമെങ്കിൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മാത്രം കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഒന്നാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വേരിയബിൾ കോസ്റ്റ്? പ്രൊഡക്ഷൻ അനുസരിച്ച് കോസ്റ്റിലും വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അനുസരിച്ച് കോസ്റ്റിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റുകളെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി കോൺട്രിബ്യൂഷനെ മറ്റൊരു രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റിനോടൊപ്പം ഫിക്സഡ് കോസ്റ്റ് കൂട്ടുകയാണെങ്കിലും നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ആണെങ്കിൽ ഇവയെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കും. അതുപോലെ തന്നെ സെയിൽസും വേരിയബിൾ കോസ്റ്റും ആണെങ്കിൽ ഇവയെ തമ്മിൽ ലെസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കും അല്ലേ? അപ്പോൾ ഈ ഓരോ കാൽക്കുലേഷൻസിനും ഒന്നിലധികം ഫോർമുലാസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന അതേ ഫോർമുല തന്നെ എക്സാമിന് വരണമെന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഓൾട്ടർനേറ്റീവ് ഫോർമുല കൂടി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഓർത്തിരിക്കണം, പ്രോഫിറ്റ് വോളിയം റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസിനോടൊപ്പം വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ ലഭിക്കുന്നു. അതുപോലെ ഫിക്സഡ് കോസ്റ്റിനോടൊപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നു. ഇനി ഇതാരും മറക്കരുത്. ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിന് ഈ ഒരു ഏരിയയിൽ നിന്നും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ആൻസർ ചെയ്യേണ്ടതാണ്. പേടിക്കേണ്ട കാര്യമില്ല, ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് സെയിൽസും ടോട്ടൽ കോസ്റ്റുമാണ്. അത് തന്നിരിക്കുന്നത് ഹാഫ് ഇയർ, അതായത് ഒരു വർഷത്തെ തന്നെ 2 പീരീഡിലെ സെയിൽസും ടോട്ടൽ കോസ്റ്റുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ അല്ലെങ്കിൽ PV റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ ആദ്യമേ മനസ്സിലേക്ക് വരേണ്ടത് ആ 3 ഫോർമുലയാണ് വരേണ്ടത്. ഇതിനകത്ത് സെയിൽസ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ കോസ്റ്റ് ഇല്ല, അതുപോലെ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ സെയിൽസും ടോട്ടൽ കോസ്റ്റും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആദ്യമേ ആലോചിക്കേണ്ടത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്?
പ്രോഫിറ്റ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്നുള്ളൊരു ഫോർമുല നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെയിൽസും ടോട്ടൽ കോസ്റ്റ് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും, അതായത് 45,000 നിന്നും ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള 40,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 5,000 ലഭിക്കും. അതുപോലെ നെക്സ്റ്റ് ഹാഫ് ഇയറിൽ നോക്കുകയാണെങ്കിൽ 50,000 നിന്ന് 43,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 7,000 ലഭിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുലയിലേക്ക് വരിക, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. അതായത് ഒരു പീരീഡിൽ നിന്നും മറ്റൊരു പീരീഡിലേക്ക് പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 7,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 45,000 ആയിരുന്നു ഫസ്റ്റ് ഹാഫ് ഇയറിലെ സെയിൽസ്. എന്നാൽ സെക്കൻഡ് ഹാഫ് ഇയർ ആയപ്പോൾ എത്രയായി? 50,000 ആയി. അപ്പോൾ ആ 5,000 രൂപയുടെ ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ 7,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ 5,000. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 40% ആണ്. അതിനെ നമ്മൾ 100ലേക്ക്, അതായത് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 40% ആണ്. അപ്പോൾ വളരെ ഈസി അല്ലേ. അതായത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അവയുടെ ഡിഫറൻസ് എടുക്കുക, സെയിൽസിന്റെ ഡിഫറൻസ് എടുക്കുക, നേരെ നമ്മൾ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുക. ദേ നമുക്ക് ആൻസർ ലഭിച്ചു. അയോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിലെ സെയിലും ആക്ച്വൽ സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്ക് മാച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. അടുത്തത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽ എന്ന് പറയുമ്പോൾ PV റേഷ്യോ എന്ന് പറയുന്നത് സ്യൂട്ടായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് കേട്ടോ. കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്തത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാം ടോട്ടൽ സെയിലും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിട്ട് വരും. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് മാച്ച് ആയിട്ട് വരുന്നത്. ആൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നത്. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഹ്രസ്വകാല വായ്പകൾ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ പീരീഡിലേക്ക് 1 ഇയറിനുള്ളിൽ തന്നെയുള്ള ലയബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ എബിലിറ്റിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. They are crucial for assessing the company short-term financial health and operational efficiency. ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഹെൽത്തും അതേപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് ആണ്. ലിക്വിഡിറ്റി റേഷ്യോയിൽ ആദ്യത്തേതാണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയും ഉൾപ്പെടുന്നതാണ്. അപ്പൊ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര തോളം കറണ്ട് അസറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ആ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം ലയബിലിറ്റീസ്, അതായത് കറണ്ട് ലയബിലിറ്റീസ് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഹെൽത്ത് നല്ല രീതിയിലാണ് എന്നുള്ളതിനെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒന്നാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോയുടെ മറ്റൊരു പേരാണ് അസറ്റ് ടെസ്റ്റ് റേഷ്യോ. അപ്പൊ ഈ ഒരു ക്വിക്ക് റേഷ്യോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കറണ്ട് അസറ്റിൽ നിന്നും എന്ത് ഒഴിവാക്കപ്പെടുന്നുണ്ട്? ഇൻവെന്ററി ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പൊ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ അസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 3.5:1, ക്വിക്ക് റേഷ്യോ 2:1. If excess of current asset over quick asset represented by inventories is ₹24,000, current liabilities will be. Current liabilities ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇൻവെന്ററീസ് തന്നിട്ടുണ്ട് 24,000, അതായത് കറണ്ട് അസറ്റിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. എന്നാൽ ക്വിക്ക് അസറ്റിൽ ഇൻവെന്ററീസ് ഉൾപ്പെടുന്നില്ല. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ 3.5 ആണ്. ഓക്കെ, 3.5:1 ആണ് കറണ്ട് റേഷ്യോ. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ 3.5 ആണ്.
ദെൻ ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ 2 ആണ്. ഓക്കെ, ഇപ്പൊ 2:1 2 ആണ് ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പൊ കറണ്ട് ലയബിലിറ്റീസ് വാല്യൂ തരാത്തത് കൊണ്ട് നമുക്ക് അതൊരു എക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെന്ററി എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്നും ക്വിക്ക് അസറ്റ് കുറയ്ക്കുമ്പോഴാണ് ഇൻവെന്ററി ലഭിക്കുന്നത് അല്ലെ. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ 3.5 വരും, ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ 24,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇത് സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.5x ഇൻറ്റു 24,000. ദെൻ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24,000 നിന്നും 1.5 ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 16,000 ആണ് എന്തെന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 16,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വെരി മച്ച് ഫോർ വാച്ചിങ് അവർ ക്ലാസ്സസ്. നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട്, അതായത് ടോസ് അക്കാഡമിയിലെ കൊമേഴ്സ് സെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് വരുന്ന, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന VHSC നോട്ടിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ടൂസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്ത് ഇത്തവണ സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. കാരണം ഉടനെ തന്നെ VHSC കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് എത്ര വേഗം ക്ലിയർ ചെയ്യാമോ അത്ര വേഗം തന്നെ എല്ലാവരും ക്ലിയർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോസ് അക്കാഡമിയുടെ ഓൺലൈൻ കോച്ചിങ്ങുകൾക്കായിട്ട് കോൺടാക്ട് ചെയ്യുക. ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അധികം വൈകാതെ തന്നെ സെറ്റിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്.